ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഗുരുവായൂരപ്പനാണ്. ഈ മന്ത്രശക്തിയുള്ളവരാണ് ഇതെല്ലാം അന്ന് കയ്യിലാക്കിയത്. അധികാരത്തെ നിയന്ത്രിച്ചത് മന്ത്രശക്തി തന്നെയാണ്. ക്ഷേത്രത്തിന് നിത്യനിദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ഭൂപ്രദേശം അന്ന് കരവൊഴിവായിട്ട് അവരുടെ ഭൂമിയും അവരുടെ സ്വത്തുവകകളും ഇതുപോലെ പിടിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ക്ഷേത്രങ്ങൾ ഇല്ലാതെയാകും. ഈ ദേവനെയും ദൈവത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കൊണ്ടല്ല ക്ഷേത്രം നടക്കുന്നത്, ഭക്തന്മാരുടെ ഫണ്ട് കൊണ്ടാണ് ദേവസ്വം ബോർഡ് നടക്കുന്നത്. അതാണ് ആലോചിക്കേണ്ടത്. ഇന്നത്തെ പല ഗുരുക്കന്മാർക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അസഹിഷ്ണുതയാണ്. ഞങ്ങളുടെ മതത്തെ ചോദ്യം ചെയ്യാൻ വളർന്നു എന്നുള്ള രീതിയിലേക്ക്, മതഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യാൻ വളർന്നു എന്നുള്ള രീതിയിലേക്ക് പല ആളുകളും, ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഇതിനെയെല്ലാം വളച്ചൊടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? ചോദ്യങ്ങളെ ഭയപ്പെടുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ തങ്ങളുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഒരു ജനത ഇറങ്ങുമെന്നറിയാം. എക്കാലത്തും ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള പ്രഭുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അധികാരികളായിട്ടുള്ള ആൾക്കാർ ചോദ്യത്തിനെ ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സോക്രട്ടീസിനെ അവർ വിഷം കൊടുത്തു പോകുന്നത്. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആരെയും അവർ ഇതിന് പുറത്തായിട്ട് ഔട്ട്കാസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും ശരി, സമൂഹത്തിലാണെങ്കിലും ശരി, അധികാര ശ്രേണിയുടെ നേരെയാണെങ്കിലും ഒരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ അയാൾ റിബലായിട്ട് മാറും, അല്ലെങ്കിൽ അയാൾ ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആയിട്ട് മാറും, ഇല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ടനായിട്ട് മാറും. കാരണം ചോദ്യത്തിന് ഉത്തരം തേടി പോകുന്നൊരു തലമുറ എന്നും നിലവിലുള്ള അധികാരികൾക്കും ഏത് തരത്തിലുള്ള അധികാരികൾക്കും ഒരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ചോദ്യം എന്ന് പറയുന്ന സാധനത്തിനെ എന്നേക്കുമായി എതിർക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ അധികാരി വർഗങ്ങളെല്ലാവരും. നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യമായിരുന്നു ഈ ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പാക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അങ്ങ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ഭൂപരിഷ്കൃത നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണിക്കൽ അജണ്ടകൾ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു മറ മാത്രമായിരുന്നു. ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് അത് നടപ്പിലാക്കിയ ആളുകളും ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പുകളും വളരെ സർവശക്തമായ രണ്ട് ഭാഗങ്ങളാണ്. അതായത് ഒന്ന്, ഈ ഭൂമിയുടെ വലിയൊരു അവകാശികളായി മാറിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അതിൽ ബ്രാഹ്മണരെന്ന് പറയുന്ന സമുദായക്കാർ മാത്രമല്ല ഉള്ളത്, അതുമായി സമാനതകളുള്ള മറ്റ് സമുദായക്കാരും ആ ഭൂമിയുടെ അധികാരികളായിട്ട് കൽപ്പിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം ചോദിച്ച പോലെ മന്ത്രത്തിന് എന്ത് ശക്തിയാണെന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരവാണത്. ഈ മന്ത്രശക്തി കൊണ്ട് തന്നെയാണ് അന്നത്തെ അധികാരി വർഗത്തെ നിലക്ക് നിർത്തിക്കൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ഈ മന്ത്രശക്തിയുള്ളവരാണ് ഇതെല്ലാം അന്ന് കയ്യിലാക്കിയത്. അധികാരത്തെ നിയന്ത്രിച്ചത് മന്ത്രശക്തി തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, നമുക്കിവിടെ രസകരമായ കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ അതിശയോക്തിയുണ്ടോ? ഇല്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഗുരുവായൂരപ്പനാണ്. കാരണം കേരളത്തിന്റെ ഏത് തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുമായിട്ട് അദ്ദേഹം നേരിട്ടല്ലെങ്കിൽ പോലും ഗുരുവായൂരപ്പനുമായൊരു ബന്ധം, ആ ഒരു തീരുമാനം. കാരണം ഇവിടെ ഫയലൊക്കെ ഒപ്പിടുന്ന തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ചിട്ടാണ്. അത് ഈ ഗുരുവായൂരപ്പനെ കണ്ടതിന് ശേഷം രാമനിലയത്തിൽ വെച്ചിട്ടാണ് അത് വേണോ വേണ്ടതൊക്കെ തീരും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പൻ പോലും കേരളം ഭരിച്ചിട്ടുന്ന ഒരു കാലഘട്ടം. ഇന്നും അതൊരു ചർച്ചയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രമായിട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഉണ്ട്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും കൈവശപ്പെടുത്തിയ ഭൂമിയാണ് അന്ന് പ്രധാനപ്പെട്ട ഭൂമി. കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അന്ന് നിത്യനിദാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് മുഴുവൻ ഈ പറയുന്ന പ്രഭുക്കന്മാരുടെ ദാനധർമ്മശീലങ്ങൾ കൊണ്ടാണ്. കാരണം അവരുടെ ജീവിതങ്ങളും അവരുടെ ഭാവങ്ങളും എല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഭൂമിയുടെ ഒരു ഭാഗവും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ക്ഷേത്ര പരിപാലനത്തിന് വേണ്ടി പോലും അന്ന് ഈ അതുപോലെ ദാനം കൊടുക്കുമായിരുന്നു രാജാവ്. ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ട ഭൂമികളും ക്ഷേത്രത്തിൻ്റെ പരിപാലനം. കാരണം ക്ഷേത്രത്തിൻ്റെ പൗരോഹിത്യം വഹിക്കുന്ന ഒരു കുടുംബത്തിന് ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ഭൂപ്രദേശം അന്ന് കരവൊഴിവായിട്ട് എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വലിയൊരു വസ്തുവകകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അധികാര ശ്രേണിയുടെ ഭാഗമായി വരുമ്പോഴാണ് അന്ന് EMSന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്.
അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ രാഷ്ട്രീയം ഈ കമ്മ്യൂണിസം ആണ് അന്ന് നിയോഗിക്കപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നെങ്കിൽ ധനപരമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഈ വർഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ കാലത്തൊരു ഇതുണ്ടായിരുന്നു, ഒരു ക്ഷേത്രം നഷ്ടപ്പെട്ടു പോയാൽ, നശിച്ചു പോയാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിച്ചു പോകും എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് രണ്ട് കാര്യങ്ങളാണ് അന്ന് ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കിയത്. ഒന്ന്, ഭൂമിയുടെ കുത്തവ അധികാരികളായിരിക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഭൂമി പിടിച്ചെടുക്കുക. സാധാരണക്കാർക്ക് പിന്നെ കൊടുക്കാതെ വേറെ നിവൃത്തിയാ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ. അതായത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, സാധാരണക്കാർക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അത് പിടിച്ചെടുത്തത്. പക്ഷെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മിച്ച ഭൂമികളെല്ലാം തന്നെ ഭൂമി ഇല്ലാത്തവർ കൊടുക്കുക എന്നുള്ളത് അന്നത്തെ അതിൻ്റെ ഒരു മുഖമായിരുന്നു. പക്ഷെ ആത്യന്തികമായി ഇവർ ഉദ്ദേശിച്ച കാര്യം ഇത്തരം ക്ഷേത്രാധികാരികളായിട്ടുള്ള വലിയ വർഗത്തെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭൂമിയും അവരുടെ സ്വത്തുവകകളും ഇതുപോലെ പിടിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ക്ഷേത്രങ്ങൾ ഇല്ലാതെയാവും. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 75-80 കാലഘട്ടത്തിന് മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രം ഈ പറഞ്ഞ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ പല ക്ഷേത്രങ്ങൾക്കും പല ദേവന്മാർക്കും റേഷൻ കാർഡ് വരെ ഉണ്ടായിരുന്നു. റേഷൻ അരി മേടിച്ചിട്ട് ആ അരി, അന്നത്തെ റേഷനരിയുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അന്നത്തെ റേഷനരി എന്ന് പറയുമ്പം അത്രയധികം, മാടിന് കൊടുത്താൽ മാട് പോലും മരിച്ചു പോകുന്ന കാലഘട്ടത്തിൽ റേഷനരിയാണ്. ആ റേഷനരി ഇട്ട് നിവേദ്യം ഉണ്ടാക്കിയിട്ട് നിവേദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ക്ഷേത്രങ്ങൾ അധപ്പതിച്ചു. ടിപ്പുവിന്റെ പടയോട്ട ക്ഷേത്രത്തിന് ശേഷം കേരളത്തിലെ ക്ഷേത്രങ്ങൾ അധപ്പതിക്കപ്പെട്ടത് ഇതിന് ശേഷമാണ്, രണ്ടാമത്തെ ഘട്ടം. ഇന്നൊരു വിധത്തിലാണ് ആ ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് ഒന്ന് കരകയറി വരുന്നതാണ്. അപ്പോഴാണ് ദേവസ്വം ബോർഡ് പോലെയുള്ള ബോർഡുകളും ഒക്കെ അന്ന് ഉണ്ടാവുകയും, ആ ദേവസ്വം ബോർഡൊന്നും ക്ഷേത്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിലും ഇന്ന് വരുമാനം ഉണ്ടാകുന്ന സമയത്താണ് ക്ഷേത്രങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ സ്വത്തായിട്ട് മാറുന്നത്. അന്ന് ക്ഷേത്രം ബോർഡ് വേറെ, ദേവൻ അനാഥനായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയധികം അന്ധവിശ്വാസം നശിക്കും എന്നുള്ള ആ അജണ്ടയുടെ പുറത്ത് തന്നെയാണ് അന്ന് പ്രധാനമായും ഈ സ്വത്തുവകകൾ. അപ്പൊ ഈ ദേവനെയും ദൈവത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ദേവസ്വം ബോർഡ്? ദേവനെയും ദേവതയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലുമല്ല ദേവസ്വം ബോർഡ്. അങ്ങനെ ഈ ദേവസ്വം ബോർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ദേവനും ദേവതയും നശിച്ചു പോകും എന്നുള്ള ഒരു കാര്യവും അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ട. കാരണം ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഈ ദേവസ്വം ബോർഡ് ഇല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും നടന്നു പോകും. കാരണം ഈ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കൊണ്ടല്ല ക്ഷേത്രം നടക്കുന്നത്, ഭക്തന്മാരുടെ ഫണ്ട് കൊണ്ടാണ് ദേവസ്വം ബോർഡ് നടക്കുന്നത്. അതാണ് ആലോചിക്കേണ്ടത്. ഈ ഭക്തന്മാരുടെ പണം കൊണ്ടാണ് ദേവസ്വം ബോർഡ് നടന്നു പോകുന്നത്, അല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കൊണ്ടല്ല ഒരു ക്ഷേത്രവും നടന്നു പോകും. അതോ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഭരണസിരാ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് കൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും. കാരണം അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ക്ഷേത്രങ്ങളുടെ വലിയ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കൾ പലതും കേരളത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുരാജ്യത്തിൻ്റെ ലയനത്തോടുകൂടി, നാട്ടുരാജ്യങ്ങൾ കേരള രൂപീകരണത്തോടുകൂടി രാജാക്കന്മാർ ഒപ്പിട്ടപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമികളും വസ്തുവകകളും ഈ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോഴും ഇവർ കരയൊഴിവായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന പല ക്ഷേത്രങ്ങളും അന്നും ഉണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളൊക്കെ ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കുടുംബങ്ങളുടെ കീഴിലായിരുന്നു. അവരുടെ പണം കൊണ്ടാണ് ആ ക്ഷേത്രം നടന്നുകൊണ്ടിരുന്നത്. അവർ നശിച്ചതോടുകൂടി ഈ പല ക്ഷേത്രങ്ങളും പോയി. ഈ 50-ന് ശേഷമാണ് പലയിടത്തും ജനകീയ കമ്മിറ്റികൾ ഉണ്ടാകുകയും ആ ജനകീയ കമ്മിറ്റികൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ജനങ്ങളാൽ രക്ഷിച്ചു പോരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആദ്യം രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും തങ്ങളിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നും ദേവസ്വം ബോർഡ് അത്തരം ക്ഷേത്രങ്ങളിൽ കണ്ണുനട്ടിരിപ്പുണ്ട്. പലപ്പോഴും പല പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെയും വിശ്വാസികളുടെയും പ്രതിഷേധം കൊണ്ട് മാത്രമാണ് ഇന്ന് പലയിടത്തും ദേവന്മാർ വരെ അവിടെ നിന്നു പോകുന്നത്. നമ്മളിപ്പോൾ സമാനമായ ഇപ്പോൾ സമകാലിക കാലഘട്ടത്തിൽ ദേവന്മാരുടെ ആഭരണങ്ങളും ദേവാലയങ്ങളുടെ ഓരോ വസ്തുവകകളും നമ്മൾ തിരക്കുമ്പോൾ എത്ര ക്ഷേത്രങ്ങളുടെ ഭൂമി ഇന്ന് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനം ചിലവാക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൊടുക്കാതെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഭൂമി തന്നെ, ദേവന്റെ പേരിലുള്ള ഭൂമി തന്നെ ഉണ്ടായിരുന്നു. ദേവൻ ആരുടെയും മുമ്പിൽ കൈനീട്ടണ്ട, ദേവന് കാണിക്ക വെച്ച് ഭിക്ഷ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ദേവന് ഉണ്ടായിരുന്നു ഭൂമിയും സ്വത്തുവകകളും. പക്ഷെ അതെല്ലാം അന്യാധീനമായിട്ട് പോയി. ക്ഷേത്രവും ആ ചുറ്റുവട്ടത്തുള്ള കോമ്പൗണ്ടും മാത്രമാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ എത്രയോ തുകകൾ ഇന്നും നമുക്കറിയാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ അമൂല്യമായ നിധി ഏതെങ്കിലും രീതിയിലേക്ക് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും അപവാദങ്ങളും നടക്കുന്നുണ്ട്. ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലെ ഒരു ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്.
അതിനുവേണ്ടി ആലോചനകൾ നടക്കുകയും നിത്യപൂജ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെ ഓരോ ഭക്തന്മാർ വളരെ ഭക്തനും കൊടുത്തതാണ് അവിടെ സ്വർണ്ണങ്ങളൊക്കെ, അല്ലാതെ ദേവസ്വം ബോർഡ് കൊണ്ടുവന്ന് സ്വർണ്ണം പൂശിയതൊന്നുമല്ല. കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലെ കൊടിമരങ്ങളോ ക്ഷേത്രത്തിലെ ബിംബങ്ങളോ ഒന്നും ഒരു നയാ പൈസയോ ഒരു പണവട സ്വർണമോ ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തിട്ട് ഒരിടത്തും ഒരു ദേവനും ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ആഭരണവും കിട്ടിയിട്ടില്ല. മറിച്ച് ദേവസ്വം ബോർഡിന്റെ ലോക്കറിൽ ഇരിക്കുന്ന പല ആഭരണങ്ങളും ഭക്തന്മാർ കൊടുക്കുന്നതാണ്. അതുപോലും ഇന്ന് കണക്കെടുത്തിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥയാണ് കേൾക്കുന്നത്, ശബരിമല ഉൾപ്പെടെയുള്ളത് അല്ലേ. അതിന്റെ പേരിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പിതൃസ്ഥാനീയൻ പോലും എവിടെയാണ്, അകത്ത് കിടക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ അധപ്പതനം എന്ന് പറയുന്നത് അന്നും ഇന്നും ഒക്കെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ അധപ്പതിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് പല അപവാദ കഥകളും പറഞ്ഞു പരത്തുകയും അവിടുത്തെ വസ്തുവകകൾ മോഷ്ടിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും അന്നും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കേൾക്കുന്ന പല ക്ഷേത്ര സംബന്ധിയായ കഥകളും.